ദേ കാണുന്നതാണ് എക്കോ സിനിമയിലെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന മല. സിനിമയിൽ കണ്ട് നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ഈ സ്ഥലത്തായിരുന്നു ആ സിനിമയിലെ പോസ്റ്റ് ഓഫീസ് സെറ്റ് ഇട്ടത്. അതിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ കാണാം കേട്ടോ. കുറച്ച് ഭാഗങ്ങൾ കാണാം. ഹായ്, ഇജോയാണ്. നമ്മളിപ്പോൾ ഉള്ള ഇടുക്കി ജില്ലയിലെ പുള്ളിക്കാനടുത്തുള്ള എസ് വളവിലാണ്. ഈയിടെ പുറത്തിറങ്ങിയ ദിൻജിത്ത് അയ്യന്താൻ, ബാഹുൽ രമേശ്, അതുപോലെ സന്ദീപ് എന്നിവർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഇക്കോ എന്ന് പറഞ്ഞ സിനിമ ചിത്രീകരിച്ച സ്ഥലത്താണ് നാം ഇരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഈ പ്രദേശത്താണ് ഈ സിനിമയുടെ കൂടുതലും ഭാഗങ്ങൾ ചിത്രീകരിച്ചത്. അതുപോലെ ഉളുപ്പൂണിയിലുണ്ട്, ഉപ്പൂന്നിലുണ്ട്. അതായത് ഇടുക്കിയിലെ ഈ പ്രാന്തപ്രദേശങ്ങളിലാണ് ഈ സിനിമ ഏകദേശം 90% ചിത്രീകരിച്ചത്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ ലൊക്കേഷൻ കാഴ്ചകൾ കാണുകയാണ് നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ വില്ലേജ് വ്ളോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എക്കോ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ലോങ് ഷോട്ട് ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത്. ഈ സ്ഥലത്തിൻ്റെ പേര് പുള്ളിക്കാനം എന്നാണ്. പുള്ളിക്കാനം എസ് വളവിന് സമീപത്താണ് ഇത് ഷൂട്ട് ചെയ്തത്. ഒരു ലോങ് ഷോട്ടാണ്. അപ്പോൾ ദേ ഈ കാണുന്ന മലയിലായിരുന്നു നമ്മുടെ മ്ലാത്തിച്ചേടത്തിയുടെ വീട് സെറ്റ് ഇട്ടത്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ വിനീതും അശോകനും കൂടെ ഒരു ജീപ്പേ പോകുന്ന സീൻ ചിത്രീകരിച്ചിരുന്നു. ആ സീൻ ചിത്രീകരിച്ചത് ഈ റോഡിലൂടെയാണ്. രണ്ടുപേരും തമ്മിലുള്ള ക്ലോസപ്പ് ഷോട്ടുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുള്ളിക്കാനം എസ് വളവിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന മലയിലായിരുന്നു അവിടെ മ്ലാത്തിച്ചേടത്തിയുടെ വീട് സെറ്റ് ഇട്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ദേ നമ്മൾ എക്കോ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാറ കയറി വേണം നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ദേ എസ് വളവ് കാണാവേ. ഇവിടെ എല്ലാം ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഒരുപാട് സിനിമകൾ ഇതിൻ്റെ ഈ പരിസരപ്രദേശങ്ങൾ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പേരെടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സിനിമകൾ ഈ ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഈ സിനിമയിലെ പ്രധാനപ്പെട്ട സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ മ്ലാത്തിച്ചേടത്തിയുടെ വീട്. സിനിമയുടെ കഥയും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല, കാരണം സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ കാണുന്നതാണ് മ്ലാത്തിച്ചേടത്തിയുടെ വീടുണ്ടായിരുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം കേട്ടോ. സെറ്റ് പൊളിച്ചിട്ടാക്കുന്നതിൻ്റെ കാഴ്ചയാണ് കണ്ടോ. ഇതെല്ലാം ആ സെറ്റിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇവിടെ ഇല്ലിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അവിടെ ഇല്ലി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിരുന്നു മ്ലാത്തിച്ചേടത്തിയും പിയൂസൊക്കെ ജീവിച്ചിരുന്ന സ്ഥലം. ഇവിടെയായിരുന്നു കേട്ടോ. നല്ല മനോഹരമായ സ്ഥലം. ഇതെല്ലാം ഷൂട്ടിങ്ങിൻ്റെ അവശിഷ്ടങ്ങളായത്, ആ സെറ്റിൻ്റെ അവശിഷ്ടങ്ങൾ. പ്രകൃതി രമണീയമായ പുള്ളിക്കാനം മലയിലാണ് ഈ സിനിമയുടെ ഏകദേശം ഒരു 80% ഷൂട്ട് ചെയ്തത്. അതുകൂടാതെ ഇവിടെ ഒത്തിരി വന്യതമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ആ സിനിമ കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ പുള്ളിക്കാനം വഴിയൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക. അപ്പം നിങ്ങൾക്ക് കണക്റ്റ് ആവും. ദേ കാണുന്നതാണ് എക്കോ സിനിമയിലെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന മല. അവസാന ഭാഗത്ത് ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്. ഈ വലിയ പാറയിലായിരുന്നു ആ സിനിമയുടെ ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇല്ലിക്കല്ലെന്ന് പറഞ്ഞ ഈ സ്ഥലം കണ്ടോ, അത് ഈ സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു കഥാപാത്രമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ ഈ സിനിമയിൽ സന്ദീപിനെ കുറച്ച് നായ്ക്കൾ ഓടിക്കുന്ന ഒരു രംഗമുണ്ട്. അത് കഴിഞ്ഞ് സന്ദീപ് കയറിയിരിക്കുന്നത് ഈ കാണുന്ന മരത്തിലാട്ടോ. ഇടുക്കിയിലെല്ലാം കാഴ്ചകളാണ്. നോക്കി അവിടെ എല്ലാം മൊട്ടക്കുന്നുകൾ, അതൊക്കെ എനിക്ക് തോന്നുന്നു ഉളുപ്പൂണിയുടെ ഭാഗങ്ങളാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടെ വേറെ സെറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ. ഇതെല്ലാം നമ്മുടെ ഇടുക്കിയുടെ പ്രാന്തപ്രദേശങ്ങളാണ്. അതൊക്കെ നമ്മുടെ പൊട്ടംപിടി പോലെ കേട്ടോ അതേ കാണുന്നത്. അതൊക്കെ മൂലമറ്റത്തിൻ്റെ ഭാഗങ്ങളാണ് അതേ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു ഫാക്യ ലൊക്കേഷനാണ് നമ്മുടെ ഈ തൊടുപുഴ ഭാഗങ്ങൾ. എടുത്ത ഒരുപാട് സിനിമകളോട് വിജയിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ എടുത്തു പറയുന്നൊരു സിനിമയാണ് എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല, ഇങ്ങോട്ടൊന്നും വന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ എന്നെ കിടിലം വ്യൂ ആന്ന് നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. തലയുയർത്തി നമ്മുടെ ഇല്ലിക്കല്ല്, താഴെ മൊത്തം നല്ല മൊട്ടക്കുന്നുകൾ. നമ്മുടെ ഈ സിനിമയിൽ തുടക്കത്തിൽ ഒരു ജീപ്പ് കയറിപ്പോന്നൊരു മൺറോഡ് കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന മൺറോഡിൽ കൂടെയാണ് ജീപ്പ് കയറി പോണേ. അപ്പോൾ അതേ നമ്മൾ പുള്ളിക്കാരത്ത് നിന്ന് കയറി വന്നിട്ട് നമ്മൾ ചോറ്റുപാറ എന്ന സ്ഥലത്തിരിക്കുകയാണ്. ഉളുപ്പൂണി ചോറ്റുപാറ റോട്ടിലാണ് നമ്മളിപ്പോൾ. ഈ കാണുന്ന കലിങ്ക നിങ്ങൾക്ക് ആ സിനിമയിൽ കണ്ട് നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ഈ സ്ഥലത്തായിരുന്നു ആ സിനിമയിൽ പോസ്റ്റ് ഓഫീസ് സെറ്റ് ഇട്ടത്. അതിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം കേട്ടോ. കുറച്ച് ഭാഗങ്ങൾ കാണാം. അതുപോലെ ആ സിനിമയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം കേട്ടോ. ഇതൊക്കെ ഇളകിയിരിക്കുന്നതിൻ്റെ ആ കാഴ്ച നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് സീനുകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് സീൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ വിനു പപ്പു അവതരിപ്പിച്ചൊരു ക്യാരക്ടർ, അവർക്കൊരു ലോറി ഉണ്ടായിരുന്നു, മാലാഹ എന്ന് പറഞ്ഞു. ആ ലോറി നിർത്തിയിട്ടത് ഇതേ ഉണ്ടോ, ഇവിടെ ഈ ഭാഗത്തായിരുന്നു. ഇവിടെയായിരുന്നു ലോറി നിർത്തിയിട്ടത്, ഒരു പച്ച കളറുള്ള മാലാഹ എന്ന് പറഞ്ഞ ലോറി. അതുപോലെ ഇവിടെ ഇവന് ഈ സാധനം മേടിക്കാൻ വരുന്ന നമ്മുടെ പിയൂസ് സാധനം മേടിക്കാൻ വരുന്ന കട സെറ്റ് ഇട്ടത് ഇവിടെയായിരുന്നു. ഈ കാണുന്ന സ്ഥലത്തായിരുന്നു സെറ്റ് ഇട്ടത്. അതുപോലെ ഇവിടെ ഒരു പോസ്റ്റിൽ നിന്ന് ഒരു ലൈൻമാന് ഒരു ബൾബ് എടുത്ത് നിലത്തേക്ക് ഇട്ടിട്ട് പൊട്ടുന്ന സീനൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ നിന്ന് ഒരു ക്യാരക്ടർ ബൾബ് പൊട്ടി കഴിയുമ്പം
ഇവിടുന്ന് ഇവിടെ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സീനൊക്കെ ഈ ഭാഗത്താണ് ചിത്രീകരിച്ചത് കേട്ടോ. അപ്പം കുറേ ഭാഗങ്ങൾ ഈ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കട, അതുപോലെ ഈ പാലം, അവിടെ ഒരു പോസ്റ്റ് ഓഫീസ്, ഈ പോസ്റ്റ്, അവിടെ ലോറി, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ ഈ ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീൻ ബൈ സീൻ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സിനിമ OTT ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് സീനുകളൊന്നും കയ്യിലില്ല. അപ്പോൾ നമ്മൾ കണ്ടേരെ വിളിച്ചതിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. സിനിമയുടെ ഒരു സമയത്ത് കുളമാവ് ഡാം, അതുപോലെ ഉപ്പൂന്ന് വ്യൂ പോയിന്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇക്കോ സിനിമയെക്കുറിച്ചുള്ള കാഴ്ചകളും വിശേഷങ്ങളും. നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ സെറ്റ് കാര്യങ്ങളെല്ലാം കാണുകയും അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയുകയും പറയുകയൊക്കെ ചെയ്തല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഹൈപ്പ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലെ വീഡിയോ ആണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു മനോഹര വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.